എന്താ സന്തോഷമെന്ന്? ഇച്ചിരി മുന്തിയ സന്തോഷമാണെന്ന് കൂട്ടിക്കോ. പക്ഷെ ആ സന്തോഷം നിങ്ങൾക്ക് സങ്കടമാവും. അതാണ്. അങ്ങനെയൊന്നുമില്ല, ക്ലീറ്റോന്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. അതെങ്ങനെ ഞങ്ങൾക്ക് സങ്കടമാവും? അതൊക്കെ സങ്കടമാവും. ഞാനിവിടെ നിന്ന് കുറച്ച് ദൂരോട്ടൊന്ന് മാറി പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാൻ ഇല്ലാത്തപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വിരഹ ദുഃഖം, ആ ഒരു അഭാവത്തിലുള്ള ദുഃഖം, സങ്കടം അതുണ്ടാവും. അങ്ങനെ ഒരു അഭാവം എനിക്ക് വരുന്നുള്ള ഒരു പേടി എനിക്കില്ല ക്ലീറ്റോ. ക്ലീറ്റോ എവിടെ പോയാലും നാട്ടുകാരായിട്ട് പ്രശ്നം ഉണ്ടാക്കി 10-ാം പക്കം ഈ വീട്ടിൽ തന്നെ വന്ന് കയറും. അയ്യോ, അതൊക്കെ പണ്ട്. ഇതിപ്പോൾ ചിലപ്പോൾ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഞാനിവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അപ്പൊ ഗൾഫിൽ എന്തോ ജോലി ശരിയായിട്ടുണ്ട് ക്ലീറ്റോന്, ഞങ്ങളോട് പറയാത്താണല്ലേ? അയ്യോ, ഗൾഫിൽ പോയി ജോലി ചെയ്യാനേ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. ഇതെൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ളൊരു ഓപ്പറേഷൻസാണ്. എടി, ഞാൻ പോകുന്നത് ഗൾഫിലോ പാകിസ്ഥാനിലോ ഒന്നും അല്ല, പാർലമെന്റിലേക്ക്, ഡൽഹിയിലേക്ക്. അതായത് DDT പാർട്ടിയുടെ നാഷണൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട്, നാഷണൽ എക്സിക്യൂട്ടീവ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് ഞങ്ങൾ 3 പേരെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊരാൾ ഈ ഞാനാണ്. ഞാൻ ഡൽഹിയിലായിരിക്കും ഫുൾ ടൈം. ഭർത്താവ് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ തൊട്ട് താഴെയായിട്ടൊരു പൊസിഷനിലേക്ക് പോകാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അയാളുടെ മോന്തരിക്കുന്ന കണ്ടില്ലേ, ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ. എങ്ങനെ അങ്ങനെ ഇല്ലാതിരിക്കും? നിങ്ങൾ പറയണ പോലെ മനസ്സിലാക്കിയാലേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഇതാകെ മനസ്സിലായി. എക്സിക്യൂട്ടീവ് ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ അത് പറയ്. അപ്പം ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അത് പറയും. അതായത് DDT പാർട്ടിയുടെ കേന്ദ്ര വക്താക്കളായിട്ട് 3 പേര് ഇവിടെ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊരാളാണ് ഈ ഇരിക്കുന്ന ക്ലീറ്റോ പ്രമുഖൻ. അവിടെ പോയിട്ട് കേന്ദ്രത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും DDT പാർട്ടിയുടെ കേന്ദ്ര നയങ്ങളെ അവിടെ അവതരിപ്പിക്കാനുള്ള ആൾക്കാരിൽ ഒരാളാണ് ഈ ഞാൻ. നിസ്സാര കാര്യമല്ല അത്. മനസ്സിലായ? ചുരുക്കി പറഞ്ഞാൽ ഇവിടത്തെ പോലെ തന്നെ അവിടെയും പോയി അടി ഉണ്ടാക്കുന്നു. എന്റെ പൊന്ന് ക്ലീറ്റോ, ഇവിടെ അടി ഉണ്ടാക്കിയാൽ ഓടി വന്ന് കയറാൻ ഈ വീടുണ്ട്. അവിടെ വെച്ച് നിങ്ങൾ ആരെയും തല്ലിക്കൊല്ലു, ഒരു മരച്ചില്ല പോലും ഇല്ല നിങ്ങൾക്ക് കുളിക്കാൻ. എന്റെ കർത്താവേ, എന്റെ ഭാര്യയുടെ വിവരക്കേട് ഓർത്തിട്ട് എനിക്ക് ലജ്ജ തോന്നുകയാണ്. വിവരക്കേട് ഡൽഹിയിൽ അവിടെ പാർലമെന്റിനകത്ത് ഇതുപോലെ പോലീസും കുന്തമൊന്നുമില്ല, ലാത്തി ചാർജ് ഒന്നുമില്ല. അവിടെ ഫുൾ പട്ടാളക്കാരാണ്. ഇനി എങ്ങാനും പട്ടാളക്കാരെ കഴിയുന്ന ഒരെണ്ണം കിട്ടിയാൽ പോലും അത് വാർത്തയാക്കി അതിലൂടെ വേണമെങ്കിൽ കേന്ദ്രമന്ത്രി വരെ ആകാൻ പറ്റും. നോക്കിയിരുന്നേച്ചാ മതി. ഒന്നും കൂടി ആലോചിച്ചിട്ട് പോയാൽ മതി. പട്ടാളമാണ്, വെടിവെച്ച് കൊല്ലും നിങ്ങളുടെ കയ്യിൽ. തുടങ്ങി അവളെ പിന്തിരിപ്പം വർത്താനം. പിന്തിരിപ്പാണോ ക്ലീറ്റോ ഇത്? പിന്നെ അല്ലാണ്ട് അവളെ ആങ്ങളൊക്കെ വല്ല പ്രമോഷനോ വല്ല കുന്തോ ഇപ്പൊ ഇവിടെ കിടന്ന് തുള്ളി ചാടിയനാ. എന്നെ തോപ്പിച്ചു വിടാൻ ഇടണല്ലേടി. അതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കുടുംബം. തോപ്പിച്ചതാണ് ഞാൻ പറഞ്ഞത്. തോപ്പിക്കണതിന്റെ മുന്നോടിയാണിത്. തളർത്തുക, ആദ്യം മാനസികമായി തളർത്തുക. തളരാതെ കഴിച്ചിട്ടോ? എനിക്ക് വേണ്ട, മനസ്സും വയറും നിറഞ്ഞടി, നിറഞ്ഞ്